സേതു, ഒരു ഗ്ലാസ് വെള്ളം എടുത്തേ. രാഘവനാണല്ലോ. പുതിയ വല്ല പ്രശ്നവും പറയാനായിരിക്കും വിളിക്കുന്നത്. ആ, എന്താ രാഘവ? നമുക്ക് ആശ്വസിക്കാനും ആശങ്കപ്പെടാനും ഒരുപോലെ വകുപ്പുള്ളൊരു സംഗതി വീണ് കിട്ടിയിട്ടുണ്ട്. അതെന്താടോ പുതിയൊരു വള്ളിക്കെട്ട്? താൻ സസ്പെൻസ് ഇടാതെ കാര്യം പറയുന്നേ. അത് പിന്നെ എടോ, ആ പത്മ ജീവിച്ചിരിപ്പുണ്ട്. സത്യമാണോ താനീ പറയുന്നേ? അവള് ചത്തില്ലേ? ഇല്ല, അവള് തമിഴ്നാട് ബോർഡറിലുള്ള ഒരു കന്യാസ്ത്രീ മഠത്തിലുണ്ടെന്നാ ലേറ്റസ്റ്റ് വിവരം. എന്റെ ഈശ്വര! അല്ല, തന്നോട് ആരാ ഇത് പറഞ്ഞത്? അത് ആ തരകന ഹരിയെ വിളിച്ച് വിവരം പറഞ്ഞത്. കേരള പോലീസിന് ഒഫീഷ്യലായി വിവരം ലഭിച്ചിട്ടുണ്ട്. അല്ല, ഇതിലിപ്പോ ആശ്വസിക്കാൻ എന്തിരിക്കുന്നു? എനിക്കത് മനസ്സിലായില്ല. എടോ, പത്മയെ നമ്മളായിട്ട് കൊന്നില്ലെങ്കിലും കൊല്ലാൻ ആളെ വിട്ടത് താനും തന്റെ മകനും കൂടിയല്ലേ. അപ്പൊ പിന്നെ ഏത് സാഹചര്യത്തിൽ മരിച്ചാലും അത് കറങ്ങി തിരിച്ച് തന്റെ അടുത്ത് തന്നെ വരും. ഇതിപ്പോ അവള് ചത്തിട്ടില്ലെന്ന് ഉറപ്പായതോടെ ആ വിഷമം മാറി കിട്ടി. അതാ ഞാൻ പറഞ്ഞത് ആശ്വസിക്കാനുള്ള വകുപ്പുണ്ടെന്ന്. അപ്പൊ പിന്നെ ആശങ്ക? അതിപ്പോ ഞാൻ പ്രത്യേകിച്ച് പറയണോടോ തന്നോട്. എടോ, കാർത്തിക്കിനെതിരായ കേസിൽ അഞ്ജലി ഒന്നുകൂടി പിടിമുറുക്കും. ബാധിക്കപ്പെട്ട പെണ്ണ് തന്നെയല്ലേ കേസിലെ ഒന്നാം സാക്ഷി. അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി കരുതിയിരിക്കേണ്ടിയിരിക്കുന്നു, അത്ര തന്നെ. എടോ, ഈ പത്മ കോൺവെന്റിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒരു അറ്റംപ്റ്റ് നടത്തിയാലോ? ഇവിടുന്ന് വേണ്ട, നമുക്ക് തമിഴ്നാട്ടിലുണ്ട് ആൾക്കാര്. എടോ 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 മരമണ്ടൻ കുറുപ്പേ, താൻ അവിവേകമൊന്നും കാണിക്കരുത്. ഒരിക്കൽ പത്മയെ തീർത്ത് കെട്ടാൻ അതിർത്തിക്കപ്പുറം ആളെ വിട്ടതിന്റെ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല. അതിനിടയിൽ താൻ പുതിയ ഏണിയൊന്നും എടുത്തു വയ്ക്കല്ലേ. എടോ, അതുമാത്രമല്ല, പത്മയ്ക്ക് ഇപ്പൊ അഞ്ജലി പോലീസ് പ്രൊട്ടക്ഷൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടെന്നാ ലഭ്യമായ വിവരം. അതുകൊണ്ട് ഇപ്പൊ താൻ അതിബുദ്ധി കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ ഫോൺ വെച്ചേ. അതെ, പിന്നെ പത്മ ജീവനോടെ ഉണ്ടെന്ന് കരുതി എടുത്തു ചാടി അബദ്ധങ്ങളൊന്നും കാണിക്കരുത് കേട്ടോ. അത് തന്റെ മോനോട് കൂടി ഒന്ന് പറഞ്ഞേക്കണം. അവനെ ഒരു ആവേശകുമാരനാ, അറിയാലോ.